പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. പട്ടികളുടെ ഡ്യൂട്ടിയാണല്ലോ കുരയ്ക്കുക എന്നുള്ളത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. ഇവിടെ ഒരു ഗവൺമെന്റ് ഷെൽട്ടർ ഇല്ല ഇവരെ നോക്കാനുള്ളത്. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞോളൂ. ഉണ്ടോ? അല്ല അത് പിന്നെ ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇവരിപ്പോ ഈ പഞ്ചായത്ത് മെമ്പർ പറയുന്ന ABC സെന്ററാ. അവിടെ അങ്ങനെയാണെങ്കിൽ ഈ തെരുവ് നായകളൊന്നും എന്റെ കയ്യിൽ വരില്ല. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. അവര് ചെയ്യേണ്ട ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവരുടെ ജോലിയാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിലെ നാക്കിനല്പം നീളം കൂടുതലുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതി. ഇത്രയും പട്ടികളെയും കൊണ്ട് എനിക്ക് 60 ഡോഗ്സ് ഉണ്ട്, ഇവർ പൂച്ചകളുണ്ട്, ഇവരെല്ലാം കൊണ്ട് ഞാൻ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുമോ? 6 മണിക്ക് ശേഷം ഒരു സ്ത്രീ താമസിക്കുന്ന കോമ്പൗണ്ടിൽ കയറാൻ പറ്റുന്നത് 8:30 വരെ ഇവിടെ ഇന്നലെ ആൾക്കാർ എന്റെ മുറ്റത്ത് പ്രശ്നമായിരുന്നു. ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത് പോലെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കാര്യം MLA നേതൃത്വത്തിലാണല്ലോ. ഒരു ജനപ്രതിനിധി, ഒരു പൊതുപ്രവർത്തകൻ പറയുന്നതാണ് ഒരു വീട് കയറി ആക്രമിക്കാൻ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പോലീസുകാരും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഇവരെല്ലാം വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഞാൻ ആ കണ്ണു തുറക്കാത്ത കുഞ്ഞുങ്ങളെയും ആ പൊടി കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ കൊണ്ട് കളയും. എല്ലാം അടിച്ചു തകർത്തു. അകത്ത് കയറി ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, എറിഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്റ്റാഫിനെ ആണെങ്കിൽ അടിക്കാനായിട്ട്, ലേഡി സ്റ്റാഫാണ്, അവരെ അടിക്കാൻ പിടിച്ചിട്ടുണ്ട്. എന്ത് പറ്റി സർ? ഒരു വെടിക്കെട്ട് കഴിഞ്ഞ പോലെ. ഒരു വണ്ടി പോലീസുകാർ ഇവിടെ വെളുപ്പിന് 3 മണി വരെ അവർ കാവല് കിടന്നു ഇവിടുത്തെ പ്രശ്നം കാരണം. ഉണ്ടോ ഇല്ലയോ?